നമസ്കാരം. ബി.ജെ.പിയെ ചക്രവ്യൂഹത്തിൽപ്പെടുത്തിയ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ പ്രസംഗം അവരുടെ ഉറക്കം കെടുത്തുകയാണെന്ന് തന്നെ വേണം കരുതാൻ. ജൂലൈ 29 പാർലമെന്റിൽ നടത്തിയ ചക്രവ്യൂഹ പ്രസംഗത്തിന് മറുപടിയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ റെയ്ഡ് ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സൂചന നൽകി. ആസൂത്രിതമായ റെയ്ഡിനെ കുറിച്ച് ഇഡിയിലെ ഇൻസൈഡർമാർ അറിയിച്ചതിനാൽ തുറന്ന കൈകളോടെ കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജൂലൈ 29 ലോക്സഭയിൽ കേന്ദ്ര ബജറ്റ് പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായ പ്രകടനങ്ങളെ തുടർന്നാണ് ഇഡിയുടെ വരവ് എന്നാണ് അദ്ദേഹം പറയുന്നത്. രാജ്യത്തുടനീളമുള്ള കർഷകരും തൊഴിലാളികളും യുവാക്കളും ഭയപ്പാടിലാണ് കഴിയുന്നതെന്ന് രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ തുറന്നടിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കാലയളവിൽ താമര ചിഹ്നം സ്വന്തം കോട്ടിൽ പ്രദർശിപ്പിച്ചതിന് പ്രധാനമന്ത്രി മോദിയെ അപലപിച്ച അദ്ദേഹം 21ാം നൂറ്റാണ്ടിൽ ഒരു ആധുനിക ചക്രവ്യൂഹം നിർമ്മിച്ചിട്ടുണ്ടെന്ന് ആരോപിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്രത്തിൽ വെച്ച് 6 പേർ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ കുടുക്കി കൊലപ്പെടുത്തി. ഞാൻ അല്പം ഗവേഷണം നടത്തിയപ്പോൾ ചക്രവ്യൂഹത്തിന് പത്മവ്യൂഹം എന്നും പേരുണ്ടെന്ന് മനസ്സിലായി. ചക്രവ്യൂഹം 21ാം നൂറ്റാണ്ടിൽ ഒരു പുതിയ പത്മവ്യൂഹമായി രൂപാന്തരപ്പെട്ടു, അതും ഒരു താമരയുടെ രൂപത്തിൽ. അഭിമന്യുവാകട്ടെ യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ, ചെറുകിട ഇടത്തരം വ്യവസായികൾ എന്നിവരുടെ രൂപത്തിലും. ആ പത്മവ്യൂഹത്തിൽ പെടുത്തി അവരെയെല്ലാം കൊന്നൊടുക്കി. ഇക്കാലത്തെ ചക്രവ്യൂഹത്തിന്റെ കേന്ദ്രത്തിൽ ഇന്ന് 6 പേരുണ്ട്. നരേന്ദ്രമോദി, അമിത്ഷാ, മോഹൻ ഭാഗവത്, അജിത് ഡോവൽ, അംബാനി, അദാനി എന്നിവരാണവർ. പ്രധാനമന്ത്രി മോദിയുടെ അഭ്യർത്ഥന മാനിച്ച് ആവേശത്തോടെ പിന്തുണച്ച മധ്യവർഗത്തെയും അവർ വഞ്ചിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷ നേതാവ് ബജറ്റിനെതിരെയും ആഞ്ഞടിച്ചു. കേന്ദ്ര സർക്കാർ നിർമ്മിച്ച ചക്രവ്യൂഹം ലക്ഷക്കണക്കിന് ആളുകൾക്ക് നാശം വരുത്തിയതായി രാഹുൽ ഗാന്ധി അക്കമിട്ട് പറഞ്ഞു. മഹാഭാരതത്തെക്കുറിച്ച് സമാനമായ ധാരണയുള്ള ചില വ്യക്തികൾ ആകസ്മിക ഹിന്ദുക്കളാണെന്ന് സൂചിപ്പിച്ച് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ ശ്രമിച്ചതല്ലാതെ രാഹുൽ നടത്തിയ ആക്രമണത്തെ ചെറുക്കാൻ ബി.ജെ.പി ബെഞ്ചിനായില്ല. രാഹുൽ ഗാന്ധിയുടെ ചക്രവ്യൂഹ പ്രസ്താവനയെ വിമർശിച്ച അനുരാഗ് താക്കൂറിന്റെ പ്രസംഗം എക്സിൽ പങ്കുവച്ച പ്രധാനമന്ത്രിയും രാഹുലിനെതിരായ വ്യക്തിപരമായ ആക്രമണത്തിൽ പങ്കുചേർന്നു. രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾക്കുള്ള മറുപടിയായ താക്കൂറിന്റെ പ്രസംഗം വസ്തുതകളുടെയും നർമ്മത്തിന്റെയും സമ്പൂർണ്ണ മിശ്രണം എന്നാണ് മോദി പ്രശംസിച്ചത്. സഭാരേഖകളിൽ നിന്നും നീക്കിയ പരാമർശങ്ങൾ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ലംഘിച്ച് പുറത്ത് പ്രചരിപ്പിച്ച പ്രധാനമന്ത്രിയുടെ നടപടിയെ വിമർശിച്ച് കോൺഗ്രസ് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇതിനൊക്കെ പുറമെയാണ് താനിപ്പോൾ ആ പ്രസംഗത്തിന്റെ പേരിൽ ഇഡി റെയ്ഡിന്റെ ഭീഷണിയിലാണെന്ന് രാഹുൽ എക്സിൽ കുറിച്ചത്. നേരത്തെ നാഷണൽ ഹെറാൾഡ് കേസിൽ 5 ദിവസങ്ങളിലായി 56 മണിക്കൂർ ചോദ്യം ചെയ്ത അനുഭവമുള്ള രാഹുൽ താൻ ഏറ്റവും ആസ്വദിച്ച മണിക്കൂറുകളായിരുന്നു അവയെന്ന് രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. ആ സ്പിരിറ്റ് പൂർണ്ണമായും ഉൾക്കൊണ്ടാണ് രാഹുൽ തന്റെ ട്വീറ്റ് അവസാനിപ്പിക്കുന്നത്. ഇഡി വരട്ടെ, തന്റെ കൈകൾ മലർക്കെ തുറന്ന് സ്വാഗതം ചെയ്യുന്നു, ചായയും ബിസ്ക്കറ്റും കരുതിയിട്ടുണ്ട് എന്നും പറഞ്ഞാണ് രാഹുൽ ട്വീറ്റ് പൂർത്തിയാക്കുന്നത്. എന്തായാലും 10 വർഷങ്ങൾക്കിപ്പുറം കണ്ട പ്രതിപക്ഷ നേതാവ് ഇത്ര കടുത്ത പരീക്ഷണം തങ്ങൾക്ക് നൽകുമെന്ന് ബി.ജെ.പി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അമ്മാതിരി പണിയല്ലേ രാഹുലിന്റെ ഓരോ വാക്കുകളും അവർക്ക് സമ്മാനിക്കും.